ഹലോ, ഞാൻ റോഷ്നി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഈ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. കാരണം ബ്രൈഡിൻ്റെ വീട് വരുന്നത് തിരുവനന്തപുരത്താണ്. ഞങ്ങൾ ഇതിന് മുന്നേ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രൈഡിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ആളുടെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്തപ്പോൾ ഗുരുവായൂർ പോയിട്ടായിരുന്നു അന്ന് അവളുടെ മേക്കപ്പ് ചെയ്തത്. പക്ഷേ ഇത് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് അപ്പവും താറാവ് റോസ്റ്റൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോയത്. മെഹന്തിയുടെയും വെഡ്ഡിങ്ങിൻ്റെയും മേക്കപ്പ് ആയിരുന്നു സൽമയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ദിവസം ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രി ഞങ്ങളെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ മേക്കപ്പിന് വേണ്ടി ചെല്ലുമ്പോൾ ഹൽദിയുടെ തിക്കും തിരക്കിലൊക്കെ ആയിരുന്നു സൽമ ഫ്രണ്ട്സിനായിട്ട്. അപ്പോൾ അധികം ടൈമൊന്നും ലേറ്റ് ആക്കിയില്ല. മെഹന്തിയുടെ മേക്കപ്പ് ഞങ്ങൾ നേരത്തോടെ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ പോലെയല്ല, അവിടെ മേക്കപ്പ് ഫിനിഷ് ആവേണ്ട ടൈമാണ് 3 o'clock. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരിക്കും ഈ ഉച്ചയ്ക്ക് 3 o'clock എന്ന് പറയുന്നത്. ഗസ്റ്റ് എല്ലാവരും നേരത്തോടെ വരും. ഫംഗ്ഷനെല്ലാം വേഗം തീർത്ത് ഒരു 10 മണിയാകുമ്പോഴേക്കിനും കിടന്നുറങ്ങാം. നമ്മളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ 10 മണിക്ക് പരിപാടി ഗംഭീരമായിട്ട് പൊടി പൊടിക്കുന്നുണ്ടാവുകയുള്ളൂ. സൽമാക്ക് മുല്ലപ്പൂ വെച്ചിട്ട് തന്നെയുള്ളൊരു ഹെയർ സ്റ്റൈലിംഗ് വേണമെന്നുണ്ടായിരുന്നു. സൽമാൻ നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് എക്സ്റ്റൻഷൻ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നോർമലി മുസ്ലിം ബ്രൈഡ്സൊക്കെ മെഹന്തിനായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ജ്വല്ലറി സെറ്റായിരിക്കും ഇടുന്നുണ്ടാവുക. പക്ഷേ സൽമാക്ക് സിമ്പിളായിട്ടുള്ള ജ്വല്ലറി ആയിരുന്നു ഇടാൻ ഇഷ്ടമുണ്ടായിരുന്നത്. ഒരൊറ്റ പീസ് മാത്രം. വള ഞങ്ങളുടെ നിർബന്ധത്തിനാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇട്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഒന്നുകൂടെ നിർബന്ധിച്ചാൽ കുറച്ചുകൂടെ വളകളൊക്കെ ഇടിയിക്കായിരുന്നു. പക്ഷേ സാധനം കയ്യിലില്ലാത്തത് കൊണ്ട് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ മേക്കപ്പ് ഫിനിഷ് ചെയ്തേക്കണത്. അപ്പോൾ സ്വാഭാവികം സൽമയ്ക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ഉറങ്ങിക്കളയാന്നാണ് സൽമയുടെ പ്ലാൻ. ചെറുതായിട്ടൊന്ന് ഇരുന്നുറങ്ങി. അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ് സൽമയ്ക്ക്. അതുകൊണ്ട് സ്കിൻ ഗ്ലോ മേക്കപ്പാണ് ചെയ്തത്. ഒരുപാട് പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മീഡിയം കവറേജ് മേക്കപ്പായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ന്യൂഡ് ലിപ്സ്റ്റിക്കും. വളരെ ചെറിയ കണ്ണായതുകൊണ്ട് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രം മതിയാവും സംഭവങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകാനായിട്ട്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ ഇതേപോലെ സ്ട്രോ വെച്ചിട്ട് കുടിക്കുന്നതായിരിക്കും വളരെ നല്ലത്. എത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സംഭവം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ നിന്നോളും. പൊതുവേ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് സൽമ. അതുകൊണ്ട് വളയും മോതിരമൊക്കെ ഊരിയിട്ട് മോതിരങ്ങളൊക്കെ എണ്ണി ചുമ്മാ തെക്കും വടക്കൊക്കെ ഒന്ന് നോക്കിയിരുന്നിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാനായിട്ട് മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ റൂമിൽ വേറെ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവാറുണ്ട് ഞങ്ങൾക്ക്. അവരോട് സംസാരിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ മേക്കപ്പിനെ കുറിച്ചുള്ള കമൻസൊക്കെ പറയിപ്പിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റീലിനുള്ളൊരു വകുപ്പെങ്കിലും കിട്ടണമല്ലോ. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 3 o'clock ആയതുകൊണ്ട് ബാക്കി ഒരുപാട് സമയമുണ്ട്. ഇനി പിറ്റേ ദിവസം വെളുപ്പിനുള്ള വെഡ്ഡിങ് ലുക്കാണ് ഉള്ളത്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ അടുത്താണ് കിളിമാനൂർ കൊട്ടാരം ഉള്ളത്. എല്ലാവർക്കും അറിയാൻ പറ്റും, രാജാ രവിവർമ്മയുടെ കിളിമാനൂർ കൊട്ടാരം. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചു ഉള്ളിൽ കയറാനായിട്ട്. പക്ഷേ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനായിട്ട് അലൗഡ് അല്ല. നമുക്ക് അലോ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. റൈറ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടത് രാജാ രവിവർമ്മ തന്നെ നിർമ്മിച്ച കൊട്ടാരമാണ്, പുതിയ കൊട്ടാരം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജാ രവിവർമ്മ ജനിച്ച് വളർന്ന പഴയ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോഴും അവിടുത്തെ കൊട്ടാരത്തിലെ ആൾക്കാർ, അവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് കടക്കാനൊന്നും പറ്റില്ല. എന്നാലും അവിടുത്തെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാനും അവരെ പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അന്ന്. ആ കൂട്ടത്തിൽ പെട്ട ഒരു കുട്ടി കുറുമ്പനെയാണ് നിങ്ങളിപ്പോൾ തന്നെ കണ്ടത്. നല്ലൊരു മഴ പെയ്ത് തോർന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ആ ഒരു ക്ലൈമറ്റിൽ ആ കൊട്ടാരവും കുളവും എല്ലാം കാണാനായിട്ട്. അകത്തേക്ക് കയറാനായിട്ട് പെർമിഷൻ കിട്ടിയത് കൊണ്ട് പഴയ പെയിൻറ്റിങ്സും അതുപോലെ പുതിയതും എല്ലാം കാണാൻ പറ്റി. പക്ഷേ ഒറിജിനൽ ഏതാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവില്ല. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമാണ് അവരത് അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. മഴ പെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചു. അതേപോലെ തന്നെ ഭാഗ്യമുണ്ടായി, നല്ലൊരു മഴയും കിട്ടി. മഴയത്ത് ആ കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള ആ പാടവും എല്ലാം കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിന് ഞങ്ങൾ വെഡ്ഡിങ് ഡേയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഹെവി ഔട്ട്ഫിറ്റ് ആയിരുന്നു സൽമയുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്. നല്ല ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ഔട്ട്ഫിറ്റ് തന്നെയായിരുന്നു.
സൽമാക്ക് ഹെയർ സ്റ്റൈൽ പ്രത്യേകം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെഹന്തി നൈറ്റിൻ്റെയും ഹെയർ സ്റ്റൈൽ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മെറൂണും ഡാർക്ക് ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു കളർ കോംബോ നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ആണെങ്കിൽ തന്നെയും ആ ഒരു ഔട്ട്ഫിറ്റിന് ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. പിന്നെ മുസ്ലിം ബ്രൈഡ്സ് ആകുമ്പോൾ അവരെപ്പോഴും നല്ല ഹെവി വർക്കാണ് ഇഷ്ടങ്ങളൊക്കെ, പക്ഷേ എപ്പോഴും മാറി മാറിക്കൊണ്ടേയിരിക്കും. അത് വേറെ കാര്യം. ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഹിന്ദു ബ്രൈഡ്സിനും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരുങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ എപ്പോഴും മാറി മാറി വരും. അപ്പോൾ മേക്കപ്പിൻ്റെ ഇടയിൽ ഇതേപോലെ കറണ്ട് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ ഏകദേശം ഞങ്ങൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്ററിനും കസിൻസിനും ഒക്കെ ഒരുങ്ങാനുള്ളത് കൊണ്ട് മൊബൈലിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ബാക്കി ലുക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ജ്വല്ലറി സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഫ്ലവർ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലുമാണ് തൃശ്ശൂർ ജില്ല, അതേപോലെ തന്നെ എറണാകുളം, മലപ്പുറം ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ജില്ലകളിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ വേറെയാണ്. എപ്പോഴും വ്യത്യാസം തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. പ്രത്യേകിച്ചും ഫ്ലവർ സെറ്റിങ്ങിൽ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിങ്ങാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് ബ്രൈഡിന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എപ്പോഴും അവരുടെ ഇഷ്ടങ്ങളും കൂടെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഈ വക പണിക്ക് നിൽക്കാറ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹെവിയാണ് ഔട്ട്ഫിറ്റ്. അതുകൂടാതെ സൈഡ് ഷോളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വെൽവെറ്റിലായതുകൊണ്ട് അതും അത്യാവശ്യം ഹെവിയാണ്. പിന്നെ തലയിലിടാനുള്ള നെറ്റിൻ്റെ ഹെവി വർക്കുള്ള ബോർഡറും മൊത്തത്തിൽ നല്ല വെയിറ്റാണ്. അപ്പോൾ ഷോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചധികം ഡിസ്കഷനൊക്കെ വേണ്ടി വന്നു. എന്നാലും സൽമാക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഷോൾ രണ്ടും സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഷോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭംഗിയാക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ഡ്രസ്സിൻ്റെ ഭംഗി കവറായി പോകും എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഹെവി വർക്കൊക്കെയുള്ള ലെഹങ്ക ആണെങ്കിൽ ഡ്രസ്സിൻ്റെ ഭംഗി ഒട്ടും കവറായി പോകാനും പാടില്ല. എന്നാലും ഷോൾ സെറ്റ് ചെയ്തൊരു ഭംഗിയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് സ്റ്റൈലിങ് ചെയ്യാൻ നിൽക്കുമ്പോൾ കുറച്ച് ടൈം അതിൽ നമ്മൾക്ക് പോവാറുണ്ട്. ഈ ഒരു ചടങ്ങിന് എന്തായാലും ഏത് ജില്ലയായാലും മാറ്റമൊന്നുമില്ല. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് വട്ടം കറങ്ങിയാലാണ് നമുക്ക് ആ ഒരു ഓവറോൾ ലുക്ക് വീഡിയോയിൽ കിട്ടുള്ളൂ. ഇതേപോലെ ഹെവി ഔട്ട്ഫിറ്റൊക്കെ ആണെങ്കിൽ ബ്രൈഡിന് കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ ഒന്ന് കറങ്ങാനൊക്കെ പറ്റുള്ളൂ. സൽമാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കറങ്ങി തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടും കറണ്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറണ്ടിനെ അത്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടിട്ട്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി സൽമാൻ്റെ കല്യാണമൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. സ്റ്റേജിൽ നിക്കാഹിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൽമാൻ്റെ പുതുമണവാളൻ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൂരെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രൈഡ് ഇരിക്കുന്ന റൂമിലേക്കൊക്കെ പോയി സൽമാനെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു. നല്ല സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സൽമാൻ്റെ സിസ്റ്ററിനെ ഞങ്ങൾ തന്നെയായിരുന്നു അന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ശുഭമായിട്ട് തന്നെ അവസാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ദൂരത്തേക്കൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെട്ടു, അവരും സാറ്റിസ്ഫൈഡ് ആണ് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാർ, അവരെ പരിചയപ്പെടുക, നല്ല വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യുക, എല്ലാം നല്ല രസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടായതുകൊണ്ട് ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുമരകം വഴിയാണ് വന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയതും ഈ സെയിം റൂട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് രാത്രി ആയതുകൊണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഇരുട്ടത്തും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലമാണ് എന്നുള്ളത്. അപ്പോൾ തിരിച്ചു വരുന്നതും ഈ ഒരു വഴി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. വേമ്പനാട് കായലാണ് കാണുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഒരു അനുഭൂതി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചായ കൊള്ളില്ലായിരുന്നു. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി പഴംപൊരിയും ബീഫും ഓർഡർ ചെയ്തു. ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ. ആദ്യം ചായ കുടിച്ച ചായക്കടയിലത്തതല്ല, ആ ചായ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ചായക്കടയിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ചായ കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതും അത്ര പോരാ. ടിഷ്യൂ ഒന്നുമില്ല, ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടും സമയം വൈകുന്നേരം ആയതുകൊണ്ടും ഒരുപാട് ഫാമിലി ഇതേപോലത്തെ ഏരിയയിലൊക്കെ നല്ല ഒരു റഷ് ഉണ്ടാവാൻ ചാൻസുള്ളൊരു ടൈമാണ്. സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും അങ്ങനെ എല്ലാമായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. ഇതൊരു ട്രാവൽ വ്ളോഗൊന്നുമല്ല, പക്ഷെ നമ്മൾ ഇതുപോലെ വർക്കിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഒരുപാട് രസമുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കണമെന്നോ അങ്ങനത്തെ ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊന്നും യൂട്യൂബ് ചാനലില്ല. പക്ഷേ ഇപ്പോൾ വർക്കിന് പോകുമ്പോൾ എന്ത് കണ്ടാലും വീഡിയോ എടുക്കണം, നിങ്ങൾക്കും കൂടെ അതൊക്കെ കാണിച്ചു തരണം എന്നുള്ളൊരു ചിന്തയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ഉണ്ടാവുക. വീഡിയോ എടുക്കലൊക്കെ വേഗം കഴിയും, പക്ഷെ അതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുക്കുക. ഇപ്പോഴും ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. എഡിറ്റിംഗ് മാത്രം ചെയ്താൽ പോരല്ലോ, വോയിസ് ഓവറും കൂടെ കൊടുക്കണ്ടേ.
എല്ലാം കൂടെ ചെയ്തു വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും തിരിച്ചു പോരുകയാണ്. കുമരകാണ് സ്ഥലം. അവിടെ ഒരുപാട് താറാവ് കൃഷി, കോഴിക്കൃഷി, ചെമ്മീൻ കൃഷി, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വക ഐറ്റംസ് നല്ല വിലക്കുറവിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വിലക്കുറവിൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനത്തെ പരിപാടികൾ കണ്ടപ്പോൾ അതും വെറുതെ വിട്ടില്ല. അവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ നിന്ന് താറാമുട്ടയും കോഴിമുട്ടയും ഉണക്കച്ചെമ്മീനും എല്ലാം വാങ്ങി പൊതിഞ്ഞ് വണ്ടിയിൽ വെച്ചു. വീഡിയോ എടുക്കുന്നതിന് ചേട്ടന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേച്ചിക്ക് ഫേസ് കാണിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് ചേച്ചിയുടെ മുഖം നമ്മളിതിൽ കാണിച്ചിട്ടില്ല. ഒരു ഹസ്ബൻഡും വൈഫും കൂടെയാണ് ഈ കൃഷിയും കച്ചവടവും ഒക്കെ ചെയ്യുന്നത്. ചേച്ചിക്ക് പക്ഷേ മുഖം കാണിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് ചേച്ചിയുടെ മുഖം വീഡിയോസിൽ കാണിക്കുന്നില്ല. അവിടെ നിന്ന് നേരെ തിരിച്ച് വൈക്കം കാക്കനാട് വഴി നാട്ടിലേക്ക് പോന്നു. വൈക്കം അമ്പലമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.